ജോഷുവ 1:9 ജോഷുവയുടെ ബുക്കിൽ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. നമ്മൾ ജോഷുവ എന്ന് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ആദ്യമേ മോശയുടെ പിക്ചർ കടന്നു വരും. മോശയുടെ നിഴലിലാണ് ജോഷുവ നിന്നത്. ഏറ്റവും വലിയ 10 അതിശയങ്ങളും മോശയുടെ കാലത്ത് തന്നെയാണ് നടന്നത്. ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്ന് ദൈവകൽപ്പന പ്രകാരം മോശയാണ് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചത്. അപ്പോൾ മോശ എന്ന് പറയുമ്പം 10 കമാൻഡ്മെൻറ്റ്സ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മുമ്പിൽ വരികയാണ്. അത്രയും ഒരു പിക്ചർ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള. അപ്പോൾ അത് ഇത്ര ഒരു ഗാംഭീര്യമായ ഒരു വ്യക്തിയാണ്. അതിൻ്റെ പുറകെ വരുന്ന വ്യക്തിയാണ് ജോഷുവ. അപ്പം ജോഷുവയാണ് നമ്മൾ അത്രയും ചിന്തിക്കുന്നില്ല എങ്കിലും ജോഷുവാണ് വാഗ്ദത്ത ഭൂമിയോട് മുഴുവനും എടുത്തു കൊടുത്ത ആൾ. അതിനൊത്തിരി യുദ്ധം ചെയ്യേണ്ടിയിരുന്നു. നമ്മൾ ജോഷുവ 1:3-10 നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ജോഷുവായ്ക്ക് കൊടുത്ത വരം വളരെ പ്രധാനപ്പെട്ടതാണ്. ജോഷുവായെ ബലപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജോഷുവയുടെ ദൈവം പറയുന്നു, 1-ാം വാക്യം വായിക്കാൻ പോവാണ്. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂൻ്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തു. അപ്പോൾ മോശയുടെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്ത ആളാണ് യോശുവ. എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നുപോകും. നിങ്ങളുടെ ഉള്ളങ്കാല് ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. തരുന്നല്ല, തന്നിരിക്കുന്നു. ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ അത് പ്രാപിച്ചെടുക്കുന്ന വിശ്വാസം നമുക്കുണ്ടാകണം. പലപ്പോഴും നമുക്ക് ഇഷ്ടം പോലെ വാഗ്ദത്തം ദൈവം തരുന്നുണ്ട്. ഞാൻ വിശ്വാസികളുടെ ജീവിതത്തിൽ കാണുന്ന ഒരു വലിയ ബലഹീനത, വാഗ്ദത്തമുണ്ട്, പ്രാപിച്ചെടുക്കാൻ ഒക്കുന്നില്ല, അനുഭവിക്കാൻ ഒക്കുന്നില്ല. അതിനുള്ള തീഷ്ണത നമുക്കില്ലാതെ പോകുന്നു. ഇത് ഉട്ടപിശാചുക്കളോട് വല്ലവരും ഉപദ്രവിക്കാൻ വേണ്ടി രാവും പകലും വരും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും. ഒരു ഓൾ നൈറ്റ് പ്രെയർ നടത്താൻ പറഞ്ഞാൽ നമുക്ക് മടിയാണ്. അതൊക്കെ വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഒരു വിഷയത്തിന് എടുക്കാൻ പറഞ്ഞാൽ അതിപ്പം നമുക്ക് മടി. അതൊക്കെ എവിടെയുണ്ടിപ്പം? അത് വേണം. ഓരോ ഭവനത്തിനും പറയാൻ വയ്യാത്ത പല ഭാരങ്ങളുണ്ട്. ഇവിടെ തന്നെ ഞാൻ തിരുവല്ലായി വന്നിട്ടിപ്പം 3 വർഷമാകാൻ പോകുന്നു. വളരെ സങ്കടമാണ്. പല ഭവനങ്ങളിലും കയറി ചെല്ലുമ്പോഴും നമ്മൾ ആദ്യം തൊട്ട് കാണുന്ന വിഷമം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിനൊരു നീക്കുപോക്ക് വരും, ഒരു നീക്കുപോക്ക്. പക്ഷെ ഒരു 3 ദിവസം അവർക്ക് വേണ്ടി ഇരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിട്ടില്ല. നേരത്തെയുള്ള സ്ഥലങ്ങളിലൊക്കെ, ഞാൻ സൗദിയിലൊക്കെ വെക്കുമ്പോൾ 3 ദിവസം ഉപവാസം എന്ന് പറഞ്ഞാൽ 3 ദിവസം. ഞങ്ങൾ നമ്മൾ സൂം മീറ്റിങ്ങിൽ കൂടെ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്താറുണ്ട്. ഇത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കും. പക്ഷെ ഓരോ ഭവനത്തിലും കടന്നു ചെന്നിട്ട് അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എന്നാ ഒരു വിടുതലാണ് ദൈവം തരുന്നതെന്ന്. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥനയുടെ അത്രയും ശക്തി വേറെ ഒന്നിനും ഈ ലോകത്തിലില്ല. പക്ഷെ പ്രാർത്ഥന എളുപ്പമൊന്നുമല്ല. നമ്മൾ ജഡം മുഴുവൻ മരിപ്പിച്ച് ദൈവസന്നിധി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും, അത് മനുഷ്യൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ വലുതായിട്ട് തോന്നത്തില്ല. പക്ഷേ ദൈവസന്നിധിന് വലിയ വിലയാണ്. കോട്ടകളെ ഇടിപ്പാൻ തക്ക ശക്തിയുള്ള പ്രാർത്ഥന, അതാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ജോഷുവയോട് എന്താ പറഞ്ഞു? ജോഷുവയെ ബലപ്പെടുത്തി എങ്ങനെയാണെന്ന് നോക്കാം. ജോഷുവയോട് പറഞ്ഞു, നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കയില്ല. എഴുതിയിടണം ഇത്. എൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും എൻ്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. ഇങ്ങനെയാണ് യോശുവ ബുക്ക് തുടങ്ങുന്നത്. ചെയ്തു കൊടുത്തില്ലേ? ചെയ്യിപ്പിച്ചില്ലേ? ഒരു വാഗ്ദത്തം കൊടുത്തത് പ്രാപിച്ചെടുത്ത ഒരു വ്യക്തിയാണ് ജോഷുവ. മോശയ്ക്ക് 10 കൽപ്പന ദൈവം കാണിച്ചു കൊടുത്തെങ്കിൽ നേരിട്ട് ശത്രുവിനോട് യുദ്ധം ചെയ്ത് ജയിച്ച വ്യക്തിയാണ് ജോഷുവ. ജോഷുവയാണ് സ്ഥലങ്ങൾ അലോട്ട് ചെയ്ത് കൊടുത്തത്. ജോഷുവയുടെ മുമ്പിൽ ഇത്ര ശത്രുക്കളായിരുന്നുണ്ടായിരുന്നത്. നമ്മൾ ജോഷുവയുടെ 3:10 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ജോഷുവ ഇസ്രായേൽ മക്കളോട് പറയാണ്, ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾക്ക്. യോശുവ പറഞ്ഞത്, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ഉറപ്പുണ്ട്. എൻ്റെ കൂടെയുള്ള ദൈവം ജീവനുള്ള ദൈവം, സർവശക്തനായ ദൈവം, സർവത്തെ നിയന്ത്രിക്കുന്ന ദൈവം, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവം, ഇരുട്ടിനെ വെളിച്ചമാക്കുന്ന ദൈവം. എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നടത്തുന്ന ദൈവം.
എൻ്റെ വായിൽ നിന്നൊരു വചനം വീഴുന്നതിന് മുമ്പ് എനിക്ക് ഉത്തരം തരുന്ന ഒരു ദൈവം, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിഫ്യർ, പെരിസ്യർ, ഗിർഗശ്യർ, അമോര്യർ, എബൂസ്യർ എന്നിവരെ നീക്കിക്കളഞ്ഞില്ലേ? ഇവരുവല്ലവരും ഇവിടെയുണ്ട്. ഇതാ സർവ്വഭൂമിക്കും നാഥനായവൻ്റെ നിയമപെട്ടകം നിങ്ങൾക്ക് മുമ്പാകെ യോർദാനിലേക്ക് കടക്കുന്നു. അപ്പോൾ യോർദാൻ കടക്കുന്നതിന് മുൻപ് ഈ വെള്ളം, കൊയ്ത്തുകാലത്ത് വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷെ യോർദാനിൽ പുരോഹിതൻ ഉള്ളംകാല് ചവിട്ടുമ്പം ആ പുരോഹിതൻ്റെ തോളത്ത് നിയമപെട്ടകമുണ്ടായിരുന്നു. അത് വിശുദ്ധ പെട്ടകമാണ്, അത് ദൈവത്തിൻ്റെ പ്രതീകമാണ്. അവരെവിടെ പോയാലും ഇതും കൊണ്ടാണ് പോകുന്നത്. അവിടെ പോയിടത്തെല്ലാം ദൈവത്തിൻ്റെ ശക്തിയും ബലവും ഉണ്ടായിരുന്നു. ദൈവത്തെ മറക്കുന്ന കാലത്ത് ഇത് വല്ലവൻ്റെ കൈ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പിന്നെ പെട്ടകം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഡാൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പം ജോഷുവ ഒരു പ്രധാന കണ്ണിയാണ് വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുന്നത്. നമുക്കും ദൈവം അനേക വാഗ്ദത്തങ്ങൾ ചെയ്ത് തന്നിട്ടില്ലേ? എത്ര എണ്ണം നമ്മൾ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്? അത് ലഭിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാമോ? അത് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇട്ടേച്ചു പോകുന്നവരാണോ? ഇതിൻ്റെ ആത്മാവ് 1:9 വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. അപ്പം ജോഷുവയ്ക്ക് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിനക്കെന്താണ് ഉറപ്പില്ലാതെ ചഞ്ചലിക്കുന്ന സ്വഭാവമുള്ളതെന്ന് ദൈവം ചോദിക്കുകയാണ്. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാനാണ് നിൻ്റെ കൂടെ പോകുന്നത്, ഞാൻ നിൻ്റെ കൈക്ക് പിടിച്ച് നടത്തും. ഇത് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും പറഞ്ഞാൽ അങ്ങ് എളുപ്പമാണ്. ചെയ്തെടുപ്പിച്ച് ദൈവം. അങ്ങനെ ഇത്ര വാഗ്ദത്തം നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതി തന്നെ. വടക്കിനോട് തടുത്ത് കൊടുക്കരുത്, തെക്കിനോട് കൊട്ടുക്കുക എന്ന് പറയുന്ന ദൈവം. അവന് വേണ്ടി സഹായിക്കേണ്ടിയവരെ ഞാൻ ഒരുക്കിക്കൊണ്ടുവരും. ആകാശം അതിൻ്റെ സ്വർഗവാതിൽ തുറന്ന് പരിശുദ്ധാത്മാവരുടെ മേൽ അയക്കുന്നു. ദൈവത്തിൻ്റെ വിളി കേൾക്കുന്ന മക്കളാണ്. പൗലോസിന് ദൈവം തമ്പുരാന് ദമസ്കസിൽ പോയപ്പം തിരിച്ചു വിളിച്ച ദൈവം. പത്രോസ് വഴിതെറ്റിപ്പോയപ്പോൾ ദൈവത്തെ മറുത്തു പറഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന ദൈവം. യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. ഈ വലിയ അതിശയങ്ങൾ ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. എത്ര പേർക്ക് ഇത് അറിയാം? എത്ര പേർക്ക് ഈ ദൈവത്തെ വേണമെന്നുണ്ട്? നമ്മളെ വേദപുസ്തകം മുഴുവൻ വായിക്കുമ്പോഴും ഭീരുക്കളാകുന്ന മക്കളെ ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. ഈ യെശയ്യാ 43 പറയുന്നത് എന്താണ്? നീ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. യെശയ്യാ 43 ഈ ഓരോ വാക്യങ്ങളും നമുക്ക് ദൈവം തരുന്നത് നമ്മളെ ഉൾബലം, അതായത് എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണമാണിത്. കർത്താവ് പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക. ഇപ്പോഴും യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവൻ, ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവൻ യഹോവ ഇപ്രകാരം അരുളിച്ചത്, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കും. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പം അവൻ നിൻ്റെ മേതെ കവിയത്തില്ല. നീ തീ കൂടെ നടന്നാൽ വെന്തു പോകത്തില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. നിൻ്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ. നിൻ്റെ മറുവിലയായി ഞാൻ മിസ്രൈമിനെയും നിനക്ക് പകരം കൂശിനെയും സെബയെയും കൊടുത്തിരിക്കും. നീ എനിക്ക് വിലയേറിയവന് മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൂട്ടും. അവിടെ നിർത്താം. ദൈവം എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ ശത്രുക്കളില്ലാതാകും. ഞാനത് കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുമോ സാരമില്ല, ശത്രുവിനെ സ്നേഹിക്കും. പക്ഷെ ദൈവം കുറുക്കി വെച്ചിട്ടുണ്ട്. ദൈവാത്മാവിന് വിപരീതമായിട്ട് ആര് പൊങ്ങിയോ ദൈവമുള്ള മക്കളെ ദൈവം സൂക്ഷിക്കും, ശത്രുവിനെ ഇല്ലാതാക്കും. ജോഷുവയുടെ മുമ്പിൽ ഒരു ശത്രുവും നിന്നില്ല. ജീവിതകാലം മുഴുവനും മോശയുടെ കൂടെ ഇരുന്ന് ആ വാഗ്ദത്തം അതേപടി പൂർത്തീകരിച്ച് ജോഷുവ വീരനായിട്ടാണ് ജീവിതം നയിച്ചത്. നമുക്കും ദൈവം ജോഷുവയുടെ പേര് തന്നെയാണ് യേശു എന്നുള്ള പേര് വരുന്നത്. യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനായിട്ട് മുമ്പിൽ വന്ന് നിന്ന് നമ്മുടെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി യുദ്ധവീരനായിട്ട് നിൽക്കുകയാണ്. സേനയുടെ അധിപനായിട്ട് അവൻ നിൽക്കുകയാണ്. എൻ്റെ പക്ഷത്ത് യഹോവയുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? ഹി ദാറ്റ് ഈസ് ഇൻ മീ ഈസ് ഗ്രേറ്റർ ദാൻ ദ വൺ ഇൻ ദിസ് വേൾഡ്. എന്നോടുള്ളവൻ, ഞാൻ ഭയപ്പെടത്തില്ല, കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെയുണ്ട്.
ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ജോഷുവായ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തിയെങ്കിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പം, നമ്മുടെ ശരീരത്തിൽ ആത്മാവിൽ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ വസിക്കുമ്പം, അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഈസ് നോട്ട് എ ഗസ്റ്റ്, ഒരു ഗസ്റ്റ് വിസിറ്ററല്ല ഇപ്പം, എൻ്റെ കൂടെ വസിക്കുന്നവനാണ്. ഈ താമസിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും അറിയും. താമസിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ബലഹീനതകൾ അറിയും. ആ ദൈവം പറയുന്നു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട. ഈ 41:10 കർത്താവ് വളരെ വ്യക്തമായിട്ട് തലമുറയ്ക്ക് അയക്കാൻ പറയുകയാണ്. നമ്മൾ വായിക്കുകയാണ്, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വാദിക്കുന്നവർ നശിച്ചില്ലാതാകും. നിന്നോട് പോരാടുന്നവർ നീ അന്വേഷിക്കും, കാണുകയില്ല. അതുതന്നെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. കുറഞ്ഞെന്ന് കഴിയുമ്പോൾ ദുഷ്ടനെ കാണത്തില്ല. 34 തോന്നുന്നു. പ്രാദേശികമായ പച്ചവൃക്ഷം പോലെ അത് വെളുത്ത് നിൽക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിനെ കാണാൻ, ഞാനതിനെ നോക്കി അവിടെ, പക്ഷെ അവിടെ ഇല്ല. നോക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നത്, നീ ധൈര്യമായിട്ട് ആ ധൈര്യം ഇട്ട് കൊടുക്കണം കർത്താവേ. ബലം നിന്നിൽ നിന്നാണ് വരേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ കൂടെ വന്ന് നിന്നിട്ട് നമ്മളെ പറയുകയാണ്, നമ്മളെ മുൻപോട്ട് നടത്തുന്ന ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. നമ്മൾ ശത്രുവിനെ കണ്ട് ഭയപ്പെടാൻ നമ്മളാരാ? ഇസ്രായേൽ ജനത കനാൻ ദേശത്ത് എന്നേച്ച് തിരിച്ചു വന്നേച്ച് പറഞ്ഞു, നമ്മൾ വെട്ടുക്കിളിയാണ്. നമ്മൾ വെട്ടുക്കിളികളല്ലല്ലോ, ദൈവമക്കളല്ലേ. ഭയപ്പെടേണ്ടെന്ന് ആരാ പറഞ്ഞത്? ദൈവമല്ലേ. ആ ദൈവം ഇതാ മുൻപേ പോയിരിക്കുന്നു. യുദ്ധത്തിൽ ജയാളിയായിട്ട് നിൽക്കുന്ന ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ ഒരിക്കലും ഭയപ്പെടത്തില്ല. ദൈവം എന്നെ ജയോത്സവമായിട്ട് നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ജോഷുവയെ നീ തിരഞ്ഞെടുത്തതാണ്. ഇസ്രായേൽ ജനതയ്ക്ക് മോശ കഴിഞ്ഞപ്പോൾ നീ കൊടുത്ത വീരനായ പുരുഷനാണ് ജോഷുവ. ജോഷുവയ്ക്ക് ഭയമായിരുന്നു. ജോഷുവയെ നീ കൈക്ക് പിടിച്ച് ബലപ്പെടുത്തി പഠിപ്പിച്ചെടുക്കുന്നത് കാണുന്നു. പഴയ നിയമത്തിൽ നീ അത് ചെയ്തു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ ധൈര്യമുള്ളവരായിട്ടിരിക്കണം. എന്നാലും ഞങ്ങൾ ഭയപ്പെടുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കത്തക്കവണ്ണം വചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ ആത്മാവിന് പുഷ്ടി വെക്കണം. വചനം വായിക്കാൻ ഒരു പ്രത്യേക ആഗ്രഹം ഇട്ട് കൊടുക്കണം മക്കൾക്ക്. വേദപുസ്തകം കയ്യിലെടുത്താൽ നിലത്ത് വെക്കാതെ വായിക്കാനുള്ള ഒരു ഇച്ഛ ഇട്ട് കൊടുക്കണം. വചനം അവരുടെ ഭക്ഷണമായി മാറണം. ലോകത്തിലുള്ള വലിയ ഡിസ്കവറീസ് കണ്ടിട്ട് വലിയ സയൻറ്റിസ്റ്റ് എല്ലാം തോറ മുഴുവൻ കാണാതെ പഠിച്ചിട്ടുള്ളവർ. യഹൂദൻ എന്നും തോറയാണ് കാണാതെ പഠിക്കുന്നത്. നമുക്ക് വേദപുസ്തകം നമ്മുടെ കയ്യിൽ തന്നിട്ട് ദൈവം പ്രാപിച്ചെടുക്കേണ്ട പല വാഗ്ദത്തങ്ങൾ കിട്ടിയിട്ടും ലഭിക്കാതിരിക്കുന്നത് ഞങ്ങൾക്ക് നിന്നോടുള്ള തീഷ്ണതയുടെ കുറവാണ്. ഞങ്ങളെ അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്തി ബലമുള്ള നിൻ്റെ കൈക്കീഴിൽ താണിരുന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കണ്ട് പ്രാപിക്കുവോളം, അത് ലഭിക്കുവോളം ദൈവമേ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ തലമുറകൾ ഞങ്ങളെക്കാട്ടിലും ഉന്നത പദവിയിലെത്തി നിനക്ക് വേണ്ടി നിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കുന്നവരാക്കി ഞങ്ങളവരെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പച്ച. നാഥൻ അവരുടെ മുമ്പേ പോയിരിക്കുന്നതിനാൽ സ്തോത്രം. ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും അവരുടെ ഹൃദയങ്ങളിൽ അത് എഴുതി കൊടുക്കണേ അപ്പച്ച. നൂറുമേനിയായിട്ട് വളർന്നു വരുന്ന പച്ചവൃക്ഷം പോലെ, ജീവവൃക്ഷം പോലെ അവരായിത്തീരട്ടെ. അവരെ കാണുന്നവരെല്ലാം ഇവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതി എന്ന് പറയാനിടയാകട്ടെ. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ നിന്നോട് കൽപ്പിച്ചില്ലേ? അതൊരല്പ ദേഷ്യത്തിലാണ് നീ പറയുന്നത്. കൽപ്പിക്കുന്നവരുടെ നെഞ്ചിനകത്ത് വീഴണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിന് സ്തോത്രം. അവരെ ബലപ്പെടുത്തിയതിന് സ്തോത്രം. ബലമുള്ള കൈകൾ അവരെ പിടിച്ചിരിക്കുന്നതിന് സ്തോത്രം. എത്തേണ്ട തീരത്ത് വരെ എത്തിക്കുന്നവൻ നീ ആകിയാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.